ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ യാത്രയിലൊക്കെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് അധികം കേടാവാതെയൊക്കെ ഇരിക്കുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. ഇത് പെട്ടെന്നൊന്നും കേടായി പോവില്ല. ദൂരയാത്രയ്ക്ക് വേണമെങ്കിൽ നമുക്ക് കൂടെ ഇത് തയ്യാറാക്കി കൊണ്ടുപോകാവുന്നതാണ്. കുറേ അധികം നേരം വരെ ഇത് വളിച്ച ടേസ്റ്റൊന്നും ഇല്ലാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്നൊരു ബീഫ് കറിയാണിത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1/2 കിലോ ബീഫ് ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കണം. ഓരോ ബീഫിൻ്റെയും വേവ് വ്യത്യാസപ്പെട്ടിരിക്കും, അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, ഏകദേശം 1/4 ടീസ്പൂണോളം മതി. നമ്മൾ പിന്നീട് ചേർക്കും. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. എനിക്ക് ഒരു 5 വിസിലൊക്കെ വേണ്ടി വന്നു. അപ്പോൾ ഓരോരുത്തരും അത് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇനി നമ്മൾ കുക്ക് ചെയ്യേണ്ട പാൻ അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോഴേക്കും ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ആദ്യം നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് തേങ്ങ കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം. ഒരുപാട് മൊരിയണ്ട, ജസ്റ്റ് ഒന്ന് വാടി വരണം. അപ്പോൾ ഇത്രയും ഒന്ന് കുറച്ച് നേരം ഒന്നൊരു 7 മിനിറ്റൊക്കെ ഇളക്കി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളി, അതും ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടണം. ഈ തക്കാളിയിലേക്ക് വെള്ളമൊക്കെ നന്നായിട്ട് മാറി മൊരിഞ്ഞ് ഒരു പരുവത്തിൽ വേണം ഈ തക്കാളി കിട്ടാനായിട്ട്. അപ്പോൾ ഈ കറി പെട്ടെന്ന് കേടാവില്ല. അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം എടുക്കാനായിട്ട്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 250 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതും ഈ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എണ്ണ ഞാനിവിടെ വളരെ കുറവാണ് ചേർത്തേക്കുന്നത്. കൂടുതൽ എണ്ണ ഇട്ടാൽ തീ കൂട്ടി വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. ഞാൻ തീ കുറച്ച് വെച്ച് കുറഞ്ഞ എണ്ണയിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി മൂടി വെച്ചിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അല്പം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും പോരാ. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ കുറച്ച് സമയം കൂടെ നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില മാക്സിമം ചേർത്താൽ അത്രയും നല്ലതാണ്. അപ്പോൾ കറിവേപ്പിലയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഞാനിത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേ നന്നായിട്ടൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഇറച്ചി വേവിച്ചപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലെ ഈ സവാളയും തക്കാളിയൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് നടുക്ക് ആ എണ്ണ ഇങ്ങനെ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്ഥലത്തേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം എല്ലാമായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പച്ചച്ചൊവ ഒന്ന് അതിൽ കിടന്ന് തന്നെ മാറിയതിന് ശേഷം വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. അതുപോലെ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതും ആ പാൻ്റെ ചൂടിലൊന്ന് ജസ്റ്റ് ഇളക്കി കഴിഞ്ഞിട്ട് വേണം അതും നേരത്തെ പോലെ തന്നെ എല്ലാം കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എല്ലാത്തിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. ഇത്രയും മതി. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും ആ ഉള്ളിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് അതിൻ്റെ അകത്ത് കിടന്ന് വെന്തോളും. ഇപ്പോഴും ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് തീ ആക്കിയിട്ടുണ്ട്. നമുക്കത് മൂടി വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആ ഗ്രേവിയൊക്കെ എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആ ഗ്രേവിയൊക്കെ ഇറച്ചിയിൽ പിടിക്കണം. ഇപ്പോൾ വെള്ളം കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. പച്ചമുളക് അതിൽ കിടന്ന് ഒരുപാടൊന്നും വഴണ്ട. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി വെന്ത ഇറച്ചിയാണ്. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് അതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ കറിയിൽ ഇതിപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാനാണെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഇത്രയും ഒരു പരുവത്തിൽ ഗ്രേവിയിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം.
അത് ഓരോരുത്തരുടെ ഇഷ്ടം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.